യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാനെൻ ആത്മാവിൽ തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും എൻ്റെ പിന്നിൽ ലോകമാണ്, എൻ്റെ മുൻപിൽ ക്രൂശതും തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും എൻ്റെ പിന്നിൽ ലോകമാണ്, എൻ്റെ മുൻപിൽ ക്രൂശതും തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാനെൻ ആത്മാവിൽ തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും എൻ്റെ കൂടെ ആരുമില്ല എങ്കിലും ഞാൻ പോയിടും. തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും എൻ്റെ കൂടെ ആരുമില്ല എങ്കിലും ഞാൻ പോയിടും. തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാനെൻ ആത്മാവിൽ തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും യേശുവിനെ മാത്രം നോക്കും, ബാക്കിയെല്ലാം മാറ്റിടും. തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും യേശുവിനെ മാത്രം നോക്കും, ബാക്കിയെല്ലാം മാറ്റിടും. തീരുമാനം
പിന്നിലേക്കില്ലൽപ്പവും യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാനെൻ ആത്മാവിൽ തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാനെൻ ആത്മാവിൽ തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സങ്കീർത്തനം 37:8 നമുക്ക് വായിച്ചു കേൾക്കാം. 37-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യം. കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക. കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക. മുഷിഞ്ഞു പോകരുത്. മുഷിഞ്ഞു പോകരുത്. അത് ദോഷത്തിന് ഹേതുവാകേയുള്ളൂ. അത് ദോഷത്തിന് ഹേതുവാകേയുള്ളൂ. കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക. കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ചു, ഉഗ്രകോപം ശപിക്കപ്പെട്ടത്, കഠിനക്രോധം ശപിക്കപ്പെട്ടത്. അതിനോട് ബന്ധപ്പെട്ട് നാം വീണ്ടും ചിന്തിക്കുകയാണ്. കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക, മുഷിഞ്ഞു പോകരുത്, അത് ദോഷത്തിന് ഹേതുവാകുകയുള്ളൂ. കോപം പാടില്ല, ക്രോധം പാടില്ല, മുഷിച്ചിൽ പാടില്ല, അത് ദോഷത്തിലേക്ക് നയിക്കും. നമ്മുടെ കുടുംബങ്ങൾ തകർന്നു കിടക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, കുടുംബങ്ങൾ തകർന്നു കിടക്കുകയല്ലേ? അനേക കുടുംബങ്ങളിലെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയല്ലേ? എത്ര ഐശ്വര്യമായിരുന്ന കുടുംബമായിരുന്നു, എന്ത് സ്നേഹോഷ്മളമായ പെരുമാറ്റമായിരുന്നു, എന്ത് ഐക്യമുള്ള നല്ല കുടുംബ അന്തരീക്ഷമായിരുന്നു. ഭാര്യയും ഭർത്താവും മക്കളും സന്തോഷമായി സമാധാനത്തോടെ പുലർന്നിരുന്നൊരു കുടുംബമായിരുന്നില്ലേ? കോപം കൊണ്ടും ക്രോധം കൊണ്ടും മുഷിച്ചിൽ കൊണ്ടും പിശാച് ആ കുടുംബത്തെ കൈയടക്കി, ആ കുടുംബത്തിൽ ഐശ്വര്യം നശിപ്പിച്ചു, ആ കുടുംബത്തിൻ്റെ ഭാവി ഭദ്രത നഷ്ടമാക്കി, കുടുംബത്തിലെ കെട്ടുറപ്പ് പോയി. സ്നേഹിതരെ, നിങ്ങൾ ചിന്തിക്കൂ, ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കോപം കൊണ്ട്, എൻ്റെ ക്രോധം കൊണ്ട് എനിക്കും എൻ്റെ വീട്ടിലുള്ളവർക്കും സമൂഹത്തിലുള്ളവർക്കും ഞാൻ എന്തെല്ലാം ദോഷം വരുത്തിയിട്ടുണ്ട്, ഏതെല്ലാം തിന്മയ്ക്ക് ഞാൻ കാരണമായി തീർന്നിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ. നമുക്ക് പലതും കണ്ടുപിടിക്കാൻ സാധിക്കും, അനുഭവിക്കാൻ സാധിക്കും. വേദപുസ്തകം വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ജഡത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചും ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്തെല്ലാമെന്ന് 15 കൂട്ടം കാര്യങ്ങൾ പറയുന്നുണ്ട്. ജഡത്തിൻ്റെ പ്രവൃത്തികളോ എന്ന് തുടങ്ങുന്നതായ വാക്യം ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യം നമുക്ക് വായിക്കാം. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, മന്ത്രവാദം, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ദൈവത്തിന് സ്തോത്രം. 15 കാര്യങ്ങൾ പറയുന്നു. അത് ജഡത്തിൻ്റെ പ്രവൃത്തികളാണ്. അത് പിശാച് അവകാശം പറയുന്ന പ്രവൃത്തികളാണ്. ജഡത്തിൻ്റെ പ്രവൃത്തികൾ 5-ാം അധ്യായം 19-ാം വാക്യം. ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം. ഇനി പറയുന്നത് ശ്രദ്ധിക്കൂ. പക, പിണക്കം, ജാരശങ്ക, സംശയരോഗം. ഭാര്യയെക്കുറിച്ച് സംശയിക്കുന്നു, അല്ലെങ്കിൽ ഭർത്താവിനെക്കുറിച്ച് സംശയിക്കുന്നു. ഭാര്യയ്ക്ക് വേറെ ആരോടോ സ്നേഹമുണ്ടെന്ന് വെറും മിഥ്യയായ സംശയം, ഭർത്താവിന് വേറെ ആരോടോ ബന്ധമുണ്ടെന്ന് മിഥ്യയായ സംശയം. ജാരശങ്ക, ജാരനുണ്ട് എന്ന ശങ്ക, ജാരശങ്ക. എന്താണ് പറയുന്നത്? പക, പിണക്കം, ജാരശങ്ക, ഇതെല്ലാം കോപമുണ്ടാക്കുന്നതാണ്. പക,
പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, രണ്ട് പക്ഷം, ഇരുമനസ്, രണ്ട് പക്ഷം, ഭിന്നത, അസൂയ, ഇത്രയും കാര്യങ്ങൾ ഈ കോപം, ക്രോധം എന്നിവയിൽ തങ്ങി നിൽക്കുന്നു. എത്രയോ പാപങ്ങൾ കോപം മൂലം, ക്രോധം മൂലം. എന്തെല്ലാമാണ്? പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ. ഇതെല്ലാം കോപത്തിന് കാരണവുമാണ്, കോപം മൂലം വരുന്നതുമാണ്. ഹൃദയത്തിൽ അശുദ്ധി പറ്റുന്നതായ ചില കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ജീവിതം മലിനമായി പോകുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോസ്തലനായ പൗലോസ് പരിശുദ്ധാത്മ നിറവിൽ ഗലാത്യ ക്രിസ്ത്യാനികളോട് പറയുകയാണ്, നിങ്ങൾ ജഡത്തിൻ്റെ പ്രവൃത്തികളെ വിട്ടുകളയുവീൻ, നിങ്ങൾ ആത്മാവിൻ്റെ ഫലം കായ്പീൻ. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. 9 കാര്യങ്ങൾ. ഇതെല്ലാം കോപത്തിന് വിരുദ്ധമായ പ്രവണതകളാണ്, കോപത്തിന് വിരുദ്ധമായ സ്വഭാവങ്ങളാണ്. കോപം, അനേകരെ ഇന്ന് കോപം പിടികൂടിയിരിക്കുകയാണ്. കോപിച്ച് വിറഞ്ഞ് തുള്ളുന്ന ആളുകളുണ്ട്. സഹോദരങ്ങളെ, നിങ്ങൾ കോപിച്ച് എന്താണ് ചെയ്യുന്നതെന്നറിയാതെ വല്ലതും ചെയ്തതൊക്കെ ഓർമ്മയുണ്ടോ? പല ആത്മഹത്യകളും കോപം മൂലമാണ് വരുന്നത്. കോപവും വൈരാഗ്യവും പകയുമാണ് ആത്മഹത്യയുടെ പിന്നിൽ. നിരാശ മാത്രമല്ല, കോപം ഒരു പക, പ്രതികാരമാണ് നടത്തുന്നത്. പ്രതികാരം. ഭർത്താവും ബാക്കിയുള്ളവരും ഒന്ന് വലയട്ടെ, അതിനുവേണ്ടി മരിക്കാം. അല്ലെങ്കിൽ ഭാര്യയും ഭാര്യയുടെ ആളുകളൊന്ന് കഷ്ടപ്പെടട്ടെ, അതിനുവേണ്ടി മരിക്കാം. ഒരു പകപോക്കലാണ് പല ആത്മഹത്യകളും. പകപോക്കൽ, കോപാവേശത്തിൽ. എന്താണ് ചെയ്യുന്നതെന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ തോന്നുകയില്ലായിരുന്നു. ആത്മഹത്യ ചെയ്തു, വിഷമെടുത്ത് കുടിച്ചു, അതല്ലെങ്കിൽ ഞരമ്പ് മുറിച്ചു, അതല്ലെങ്കിൽ കെട്ടിത്തൂങ്ങി, അയ്യോ വേണ്ടായിരുന്നു. അപ്പോൾ തോന്നും, അയ്യോ വേണ്ടായിരുന്നു. പക്ഷേ സമയം കഴിഞ്ഞുപോയി. പ്രിയപ്പെട്ടവരെ, കോപം ശാപകരമാണ്. ഉഗ്രകോപവും കഠിനക്രോധവും ശപിക്കപ്പെട്ടത്. അവർക്ക് നിങ്ങൾക്കിപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ? കർത്താവേ, ഇനി ഞാൻ കോപിക്കുകയില്ല. ഏത് സാഹചര്യം വന്നാലും ഞാൻ കോപിക്കുകയില്ല. കോപം ഉള്ളിൽ പതഞ്ഞു പൊന്തുന്ന ആളുകളുണ്ട്. എന്താണ് ചെയ്യുന്നറിയാതെ ഓടി നടക്കുന്ന ആളുകളുണ്ട്. കവികളും കലാകാരന്മാരും എല്ലാം അത് വർണ്ണിച്ചിട്ടുണ്ട്. ഞാൻ പണ്ട് പഠിച്ചു, ഈ കുഞ്ചൻ നമ്പ്യാർ കോപിക്കുന്ന മനുഷ്യനെ ഒന്ന് പരിഹസിച്ചുകൊണ്ട് കവിതയിലൊരു ഭാഗം എഴുതി. കോപിക്കുന്ന മനുഷ്യനെ പരിഹസിച്ചതാണ്. കോപിക്കുന്നത് അബദ്ധമാണെന്ന് കാണിച്ചു തരാൻ വേണ്ടി മലയാള കവിയായ കുഞ്ചൻ നമ്പ്യാർ നല്ലൊരു കവിതയിൽ കൂടി അത് ചിത്രീകരിച്ചു. നിങ്ങൾ ചിലർ പഠിച്ചിട്ടുണ്ടാകും. അതിൽ പറഞ്ഞിരിക്കുന്നത്, വ്യക്തിയെ, ആ വ്യക്തിയല്ല, ഒരു മനുഷ്യൻ മാത്രം വിചാരിച്ചാൽ മതി. നായർ വിശന്നു വലഞ്ഞു വരുമ്പോൾ കായക്കഞ്ഞിക്കരിയിട്ടില്ല, ആയതു കെട്ടു കലമ്പിച്ചെന്നവൻ ആയുധമുടനെ കാട്ടിലെറിഞ്ഞു, ചുട്ടുതിളയ്ക്കും വെള്ളമശേഷം കുട്ടികൾ തങ്ങളുടെ തലയിൽ ഒഴിച്ചു, കെട്ടിയ പെണ്ണിനെ മടികൂടാതെ കിട്ടിയ വടി കൊണ്ടൊന്നു പിടച്ചു, ഉരുളികൾ കിണ്ടികളൊക്കെ ഉടച്ചു, ഉരൽ വലിച്ച് കിണറ്റിൽ മറിച്ചു, ചിരവയെടുത്തത് തീയിലെരിച്ചു, അരകല്ലങ്ങ് കുളത്തിലെറിഞ്ഞു, അതുകൊണ്ട് അരിശം തീരഞ്ഞവനെ പുരയുടെ ചുറ്റും മണ്ടി നടന്നു. കുഞ്ചൻനമ്പ്യാരുടെ ഒരു പ്രസിദ്ധമായ കവിതയുടെ ഭാഗമാണ്. ഒരു മനുഷ്യന് ദേഷ്യം വന്നപ്പോൾ പിന്നെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. ദേഷ്യം വന്ന് അങ്ങ് ആവേശം പിടിച്ച് എന്തെല്ലാമാണ് ചെയ്തത്. ജോലി കഴിഞ്ഞ് വിശന്ന് വരികയായിരുന്നു. ഭാര്യ ഉടനെ കഞ്ഞിയെടുത്ത് കൊടുത്താൽ മതി. ആ സ്ത്രീക്ക് എന്തുകൊണ്ടോ ചെയ്യാൻ സാധിച്ചില്ല. നേരം നായർ വിശന്ന് വലഞ്ഞു വരുമ്പോൾ കായക്കഞ്ഞിക്കരിയിട്ടില്ല, അരി പോലും ഇട്ടിട്ടില്ല. ദേഷ്യം വരില്ലേ? നായർ വിശന്നു വലഞ്ഞു വരുമ്പോൾ കായക്കഞ്ഞിക്കരിയിട്ടില്ല, ആയതു കെട്ടു കലമ്പിച്ചെന്നവൻ ആയുധമുടനെ കാട്ടിലെറിഞ്ഞു, ചുട്ടുതിളയ്ക്കും വെള്ളമശേഷം കുട്ടികൾ തങ്ങളുടെ തലയിൽ ഒഴിച്ചു, കെട്ടിയ പെണ്ണിനെ മടികൂടാതെ കിട്ടിയ വടി കൊണ്ടൊന്നു പിടച്ചു, ഉരുളികൾ കിണ്ടികളൊക്കെ ഉടച്ചു, ഉരൽ വലിച്ച് കിണറ്റിൽ മുറിച്ചു, ചിരവയെടുത്തത് തീരെരിച്ചു, അരകല്ലങ്ങ് കുളത്തിലെറിഞ്ഞു, അതുകൊണ്ട് അരിശം തീരഞ്ഞവന് പുരയുടെ ചുറ്റും മണ്ടി നടന്നു. ഇതുപോലൊന്നും ചെയ്ത് കാണില്ലായിരിക്കും. പക്ഷേ ഉണ്ടല്ലോ, ഒരു കാരണവുമില്ലാതെ വഴക്കുണ്ടാക്കുകയും കുടുംബം കലക്കുകയും ചെയ്യുന്ന ആളുകൾ. ദൈവത്തിന് സ്തോത്രം. ഒന്ന് ചിന്തിക്കൂ, എൻ്റെ കർത്താവേ, ഇതുപോലെ പല വിഡ്ഢിത്തങ്ങളും കാണിച്ചു പോയി, പല വിഡ്ഢിത്തങ്ങളും പറഞ്ഞു പോയി, പല മണ്ടത്തരങ്ങളും വന്നുപോയി. എൻ്റെ കർത്താവേ, ഇനിയില്ല, ഇനി ഞാൻ കോപിക്കുകയില്ല. ഏത് സാഹചര്യം വന്നാലും ഞാൻ കോപിക്കുകയില്ല.
ഏത് സാഹചര്യം വന്നാലും ഇനി ഞാൻ എന്നെ തന്നെ മറന്നൊരക്ഷരം മിണ്ടുകയില്ല, എന്നെ തന്നെ മറന്നൊന്നും ഞാൻ ചെയ്യുകയില്ല. കുറഞ്ഞത് അത്രയ്ക്കെങ്കിലും നിങ്ങൾ ചിന്തിക്കാമോ? അത്രയ്ക്കെങ്കിലും തീരുമാനമെടുക്കാൻ പറ്റുമോ? എങ്കിൽ നിങ്ങൾക്ക് ജയിക്കാം, നിങ്ങളുടെ ജീവിതം ശോഭനമാക്കാം, അനുഗ്രഹീതമായൊരു ഭാവിയിലേക്ക് നിങ്ങൾക്ക് കുതിച്ച് പറന്നുയരാം. ദൈവത്തിന് സ്തോത്രം. അനേക കുടുംബങ്ങളിൽ വഴക്കും പിണക്കവും ഉണ്ടാകുന്നു, പരസ്പരം കലഹം ഉണ്ടാകുന്നു, വാഗ്വാദം. ഒരു കാര്യമില്ലാത്ത കാര്യങ്ങളാണ്, വേറെ വല്ലവരുടെയും കാര്യങ്ങളായിരിക്കും. വെറുതെ വഴക്കുണ്ടാക്കും. മറ്റു വല്ലവരുടെയും കാര്യം പറഞ്ഞ് എന്തിനാണ് ഇവിടെ വഴക്കുണ്ടാക്കുന്നത്? ഭാര്യ ഒരു പക്ഷം പിടിക്കും, ഭർത്താവ് വേറൊരു പക്ഷം പിടിക്കും. വഴക്ക്, വാഗ്വാദങ്ങൾ, തർക്കങ്ങൾ. വിട്ടുകൊടുക്കില്ല, ഭാര്യ വിട്ടുകൊടുക്കില്ല, ഭർത്താവും വിട്ടുകൊടുക്കില്ല. വിട്ടുകൊടുത്താൽ മോശമല്ലേ? വിട്ടുകൊടുത്താൽ ഞാൻ താണുപോയില്ലേ? മോശമല്ലേ? വിട്ടുകൊടുക്കില്ല. വാഗ്വാദം, തർക്കം പെരുകും. അതുവരെ ചിലപ്പോൾ അടികലശലിലേക്ക് വരും. ഭർത്താവ് ഒരുപക്ഷെ ഭാര്യയെ പിടിച്ച് തല്ലിയെന്ന് വരും, വീട്ടിലാകെ കലഹമായി വരും, പിള്ളേർ കൂട്ടക്കരച്ചിലായി എന്ന് വരും. പലതരത്തിലുള്ളതായ പ്രയാസങ്ങൾ, കോപാവേശങ്ങൾ ഉണ്ടാകുന്നു. കോപം, കർത്താവിൻ്റെ വചനം പറയുന്നു, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, കോപിക്കുന്നവൻ കൊലപാതകം ചെയ്യുന്നുവെന്ന്. അതേ വാക്കല്ല പറഞ്ഞിരിക്കുന്നത്, വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. കോപിക്കുന്നവൻ കൊലപാതകം ചെയ്യുകയാണ് എന്ന്. 5-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം നമുക്ക് വായിക്കാം. കൊല ചെയ്യരുത് എന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരോട് അരുളിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപസഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. കൊലപാതകം ചെയ്യരുത്, വേദപുസ്തകത്തിലുണ്ട്, ന്യായപ്രമാണ കൽപ്പനയുണ്ട്. കൊല ചെയ്യരുത്. ആരെങ്കിലും കൊലപാതകം ചെയ്താൽ, ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകും. കൊലപാതകം ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകും. എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവരെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. ന്യായവിധിക്ക് യോഗ്യനാകുന്ന ആരാണ്? കൊലപാതകം ചെയ്യുന്നവൻ. സഹോദരൻ വെച്ചാൽ സ്വന്തം ബ്രദറല്ല ഉദ്ദേശിക്കുന്നത്. ഈ ഭൂമിയിലുള്ള മറ്റെല്ലാവരും സഹോദരന്മാരാണ്. ഈ ഭൂമിയിലുള്ളൊരു സഹജീവിയോട് കോപിക്കുന്നവൻ, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് യോഗ്യനാകും. കൊലപാതകം ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് കോപിക്കുക എന്ന് പറഞ്ഞാൽ കൊലപാതകത്തിന് തുല്യമായ ഒരു പാപമായിട്ടാണ് വേദപുസ്തകം ദൈവം കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ ചില ഏടുകൾ നിങ്ങൾക്ക് ഹൃദയത്തിൽ തെളിഞ്ഞു വരുന്നുണ്ടാകും. നമ്മുടെ കുടുംബം കലങ്ങിയ കാര്യങ്ങളും, നമ്മുടെ പെരുമാറ്റം മൂലം പലർക്കും വേദന വന്ന കാര്യങ്ങളും, നാം മൂലം കുടുംബത്തിൽ സമാധാനം പോയ കാര്യങ്ങളെല്ലാം ഓർമ്മയിലേക്ക് വരുന്നുണ്ടാകും. ഈ 5-ാം അധ്യായത്തിൽ തന്നെ പറയും, കർത്താവിൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ പറയും, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. സമാധാനം ഉണ്ടാക്കണം. ഞാൻ സമാധാനം ഉണ്ടാക്കുന്നതായി തീരണം. ഞാൻ സമാധാനം ഇല്ലാത്തവന് അതല്ല, സമാധാനം ഇല്ലാത്തവനെന്നുള്ളതല്ല, സമാധാനം ഉള്ളവനൊന്നുമല്ല, അതിനപ്പുറം ഒരു പടി കൂടി കടന്ന് സമാധാനം ഉണ്ടാക്കുന്നതിനായി തീരണം. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. സമാധാനം ഉണ്ടാക്കുന്നവരായി തീരണം. ജീവിതത്തിൽ നാം അങ്ങനെ ഒരു കോൺട്രിബ്യൂഷൻ, നാം അങ്ങനെ ഒരു സംഭാവന ചെയ്യാൻ സാധിക്കുമോ? മറ്റുള്ളവർക്ക് സമാധാനം ഉണ്ടാക്കുന്ന, മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുന്ന, സമാധാനം ഇല്ലാത്ത അന്തരീക്ഷത്തിൽ സമാധാനം പകരുന്ന, സമാധാനം ഇല്ലാത്ത കുടുംബത്തിൽ സമാധാനം പകരുന്ന ഒരാളായി തീരാൻ നമുക്ക് സാധിക്കുമോ? സാധിക്കും. എന്ത് വേണമെന്നറിയാമോ? ലളിതമാണ്, വളരെ ലളിതമാണ്. ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ ഹൃദയത്തിൽ യേശു വന്നാൽ മതി. ഉള്ളിൽ യേശു വന്നാൽ നിങ്ങൾ ചെല്ലുന്നിടത്തെല്ലാം സമാധാനമായിരിക്കും. നിങ്ങളുടെ ഹൃദയത്തിൽ യേശു വന്നാൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ സമാധാനമായിരിക്കും. അവിടെ തൊഴുത്തിൽ കുത്തില്ല, അവിടെ ഗ്രൂപ്പിസം ഇല്ല, അവിടെ ഞാനോ നീയോ എന്നുള്ള ചോദ്യമില്ല, ആരാ വലിയവനെന്നുള്ള ചിന്തയില്ല. ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാലുവാരലില്ല. ഇന്ന് ഒരാൾ വേറൊരാളെ പരിഹസിക്കുന്നു, ഒരാൾ വേറൊരാളെ പുച്ഛിക്കുന്നു, ജോലി ഉഴപ്പുന്നു, ജോലിയിൽ അലസത കാണിക്കുന്നു, ഇന്ന് ഉത്തരവാദിത്വബോധത്തോടെ ജോലി ചെയ്യാതിരിക്കുന്നു. എല്ലാം ശാപകരമാണ്. ദൈവത്തിന് വചനം കേൾക്കുന്ന നിങ്ങളെങ്കിലും, വചനം കേൾക്കുന്നവരെങ്കിലും ജോലിയിൽ വിശ്വസ്തരാകൂ, ജോലിയിൽ സത്യസന്ധരാകൂ, ജോലിയിൽ ഏറ്റവും നല്ല സ്വഭാവം നിങ്ങൾ കാണിക്കൂ. നിങ്ങൾ അധ്യാപകനാണോ? അധ്യാപകവൃത്തിയിൽ ഏറ്റവും നല്ല അധ്യാപകനായിരിക്കണം, ഏറ്റവും ചുമതലാബോധമുള്ള അധ്യാപകനായിരിക്കണം. നിങ്ങൾ വിദ്യാർത്ഥിയാണോ?
ഏറ്റവും നല്ല വിദ്യാർത്ഥിയായിരിക്കണം, ഏറ്റവും നല്ല സ്വഭാവ മഹിമയുള്ള വിദ്യാർത്ഥിയായിരിക്കണം, ഏറ്റവും നല്ല സ്വഭാവമുള്ള വിദ്യാർത്ഥി. നിങ്ങൾ ഹോസ്റ്റലിൽ താമസിക്കുകയാണോ? നിങ്ങൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ നിങ്ങൾ സമാധാന പുത്രിയായിരിക്കണം. ക്ഷമിക്കണം, അവിടെ ഈ ഇൻഫാച്വേഷൻ, ഈ പ്രണയവും പ്രേമവും ഫേസ്ബുക്ക് ഫ്രണ്ട്ഷിപ്പും അങ്ങനെ നെറ്റ് ചാറ്റിങ്ങും ഒക്കെ ആയിട്ട് ആയുസ് കളയരുത് മക്കളെ. നിങ്ങളോട് പറഞ്ഞു തരാം, ആയുസ് കളയരുത്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഏതെല്ലാം തരത്തിലാണ് ചെറുപ്പക്കാർ പോകുന്നത്? നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും, ക്ഷമിക്കണം, ഇയാളൊരു പഴഞ്ചൻ മനുഷ്യനായതുകൊണ്ടൊക്കെ എനിക്ക് പറയുന്നത്. ആയിക്കോട്ടെ, നിങ്ങൾ പഴഞ്ചനെന്ന് കുഴി കളിച്ചോ, നിങ്ങളെങ്ങനെ വേണ്ടി വിചാരിച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറയുന്നത് സത്യമാണ് കേട്ടോ. പഴഞ്ചനായാലും ശരി, പറയുന്നത് സത്യമാണ്. നിങ്ങളുടെ ആയുസ് കളയരുത്. ഇന്ന് സുഖമാണ്, ഇന്ന് നല്ല രസമാണ്, നിമിഷ നേരത്തെ ആനന്ദമാണ്. എല്ലാവരും തന്നെ നല്ലതെന്ന് പറയും. അയ്യോ എന്ത് സമർത്ഥനായ ചെറുപ്പക്കാരൻ, എന്ത് വലിയ മിടുക്കിയായ പെൺകുട്ടി, കണ്ടോ അവൾക്ക് ജീവിക്കാനറിയാം, സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് അവൾക്കറിയാം, ഇന്നത്തെ സമൂഹത്തിൻ്റെ തുടുപ്പുകൾ ഏറ്റുവാങ്ങാൻ അവൾക്കറിയാം. അതൊക്കെ പറയാനറിയാമല്ലോ പിള്ളേർക്ക്. സമൂഹത്തിൻ്റെ ഉൾത്തുടുപ്പുകൾ ഏറ്റുവാങ്ങാൻ അറിയാം. അവൾ വളരെ മിടുക്കിയാണ്, പറയും, നല്ല അഭിപ്രായം പറയും. പക്ഷേ കഴുത്തിൽ കത്തി വയ്ക്കുന്ന അറിയുന്നില്ല, പാമ്പ് പോലെ, വിരിയൻ പാമ്പ് പോലെ തന്നെ കൊത്തുമെന്ന് അറിയുന്നില്ല. പിന്നെ കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല, പിന്നെ അയ്യോ വേണ്ടായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ ചില തീരുമാനങ്ങൾ എടുക്കാം, കാതലായ തീരുമാനങ്ങൾ എടുക്കാം. ഇനി ഞാൻ കോപത്തിന് വിട്ടുകൊടുക്കുകയില്ല, ഇനി അശുദ്ധിക്ക് വിട്ടുകൊടുക്കുകയില്ല. ഞാൻ സമാധാന പുത്രിയായിരിക്കും, എൻ്റെ വീട്ടിൽ സമാധാന പുത്രിയായിരിക്കും, എൻ്റെ മാതാപിതാക്കളെ ഞാൻ അനുസരിക്കും, എൻ്റെ സ്ഥാപനത്തിൽ ഞാൻ സമാധാന പുത്രിയായിരിക്കും, എൻ്റെ വീട്ടിൽ മാത്രമല്ല എൻ്റെ ജോലി സ്ഥലത്ത് ഞാൻ സമാധാന പുത്രനായിരിക്കും, ഞാൻ മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുന്നതിനായിരിക്കും, ഞാൻ ഒരിക്കലും കോപിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. പഴയ കാലത്ത് വേലക്കാരൊക്കെ കോപിക്കുന്ന ആളുകളുണ്ട്. വേലക്കാർ കോപിക്കും, കഠിനമായി കോപിക്കും, ഭയങ്കരമായി കോപിക്കും. ആര് ചോദിക്കാൻ? അന്ന് കൊല്ലും കൊലയുള്ള കാലമല്ലേ, ചോദിച്ചാൽ ചിലപ്പോൾ ജീവൻ നഷ്ടപ്പെടുന്നു വരും. പഴയകാലം അടിമ വ്യവസായം നിലവിലിരിക്കുന്നതായ കാലത്ത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും എത്രയെത്ര അനീതികളും അധർമ്മങ്ങളൊക്കെ നടമാടിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് കാലം മാറി, പക്ഷേ എങ്കിലും മനുഷ്യൻ്റെ കോപം മാറിയില്ല. കാലം മാറി, കോപം മാറിയില്ല. കാലം മാറി, ക്രോധം മാറിയില്ല. ഇന്നും കൊള്ളരുതായ്മകൾ വർദ്ധിച്ചു വരുന്നു, പകയും വിദ്വേഷം വർദ്ധിച്ചു വരുന്നു, കൊലപാതകങ്ങൾ പെരുകി വരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ സ്നേഹത്തോട് പറയട്ടെ, പ്രാണിന് വേണ്ടി കെഞ്ചുന്ന ആളുകൾ, അയ്യോ കൊല്ലല്ലേ എന്ന് പറഞ്ഞ് കരയുന്ന ആളുകൾ, അയ്യോ എന്നെ കൊല്ലല്ലേ എന്ന് പറഞ്ഞ് കരയുന്ന ആളുകൾ. അവർക്കൊന്ന് പണ്ട് കോങ്കോയിലുണ്ടായിരുന്ന പാട്രിസ് ലുമുമ്പ ഒരു നല്ല ഭരണകർത്താവായിരുന്നു, സമർത്ഥനായ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തെ ബെൽജിയൻ ഭടന്മാർ, ഷോംബെയുടെ ഭടന്മാർ അദ്ദേഹത്തെ തോക്കിൻ്റെ അറ്റത്തുള്ള ബയണറ്റ് കൊണ്ട് കുത്തി കൊല്ലുവാനായി അദ്ദേഹത്തെ മുമ്പിൽ നിർത്തി. അദ്ദേഹം കെഞ്ചി പറഞ്ഞു, ഞാൻ ഇനി പൊതുരംഗത്തേക്ക് വരില്ല, ഇനി ആയുസിൽ ഞാൻ പൊതുയോഗത്തിൽ പ്രസംഗിക്കില്ല, ഇനി എനിക്ക് ഭരണം വേണ്ട, ഞാൻ ഭരണം വേണ്ട എന്ന് വെച്ചേക്കാം, ഇനി എനിക്ക് പ്രസിഡൻ്റ് ആകണ്ട, എനിക്ക് ഒരിടത്തും വേണ്ട, എൻ്റെ ഭാര്യ ഇപ്പോൾ പൂർണ്ണ ഗർഭിണിയാണ്, ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞെനിക്കൊന്ന് കാണണം, എന്നെ കൊല്ലല്ലേ, കെഞ്ചി പറഞ്ഞു. ഭടന്മാർ അദ്ദേഹത്തിൻ്റെ നെഞ്ചിലേക്ക് ബയണറ്റ് കുത്തിയിറക്കി, പിടഞ്ഞ് മരിച്ചു. സഹോദരങ്ങളെ, നിഷ്കണ്ടകന്മാർ, ഹൃദയമില്ലാത്തവർ, സ്നേഹിതരെ ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരു കാരണവശാലും ആരെയും ഉപദ്രവിക്കരുത്. കൊല്ലരുതെന്ന് മാത്രമല്ല ഞാൻ പറയുന്നു, ആരെയും ഉപദ്രവിക്കരുത്, ആരെയും വേദനിപ്പിക്കരുത് ഒരു കാരണവശാലും. എന്തെല്ലാം നിങ്ങൾക്ക് നഷ്ടം വന്നാലും ശരി, ആർക്കും വേദന വരുത്തരുത്. കഴിവുള്ള ഉപകാരം ചെയ്തുകൊള്ളൂ, നിങ്ങൾ സ്നേഹിച്ചു കൊള്ളൂ. സ്നേഹിച്ചാൽ സ്നേഹം തിരികെ കിട്ടും. ഗോകുൽത്തായിൽ കാണാം സ്നേഹത്തിൻ്റെ ഏറ്റവും സവിശേഷമായ മാതൃക. സ്നേഹിച്ചാൽ സ്നേഹം തിരികെ കിട്ടും. ഭാര്യയെ സ്നേഹിക്കൂ, ഭർത്താവിനെ സ്നേഹിക്കൂ, മക്കളെ സ്നേഹിക്കൂ, സഹോദരവർഗത്തെ സ്നേഹിക്കൂ, അയൽക്കാരെ സ്നേഹിക്കൂ, സകലരെയും സ്നേഹിക്കൂ. നിങ്ങളുടെ ചിന്താഗതിക്ക് വിരുദ്ധമായി ചിന്താഗതി പുലർത്തുന്നവരെയും സ്നേഹിക്കൂ. എൻ്റെ കർത്താവിന് സ്തോത്രം. നിങ്ങളുടെ ആശയഗതിക്ക് വിരുദ്ധമായി, നിങ്ങളുടെ മനോഭാവത്തിന് വിരുദ്ധമായി ചിന്താഗതി പുലർത്തുന്ന ആളുകളുണ്ടല്ലോ, അവരെയും നിങ്ങൾ മാനിക്കൂ, അവരെയും നിങ്ങൾ സ്നേഹിക്കൂ. കഴിവുള്ള ഉപകാരം അവർക്കും ചെയ്യൂ. ആരോടും പകവെച്ചുകൊണ്ടിരിക്കരുത്. പണ്ട് ഇബ്രാഹിം ലിങ്കൺ പറഞ്ഞു, വിത്ത് മാലിസ് ടുവേർഡ്സ് നൺ ആൻഡ് വിത്ത് ചാരിറ്റി ഫോർ ഓൾ. ആരോടും പകയില്ല എനിക്ക്, ഇനി എതിർത്തവരോടും പകയില്ല. വിത്ത് മാലിസ് ടുവേർഡ്സ് നൺ, ആരോടും പകയില്ല, ആരോടും എനിക്ക് വിദ്വേഷമില്ല. വിത്ത് മാലിസ് ടുവേർഡ്സ് നൺ ആൻഡ് ചാരിറ്റി ഫോർ ഓൾ, എല്ലാവരോടും എനിക്ക് സ്നേഹമേ ഉള്ളൂ. ധാർമ്മികമായ സ്നേഹം പുലർത്തുകയാണ് ഞാൻ. ഇബ്രാഹിം ലിങ്കൺ
പ്രസിഡൻ്റായതിനു ശേഷം ആദ്യം ചെയ്തത് തൻ്റെ ഏറ്റവും വലിയ എതിരാളിയെ തൻ്റെ സ്വന്തം ഓഫീസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗത്തിൽ നിയമിക്കുക എന്നുള്ളതായിരുന്നു. ഏറ്റവും വലിയ എതിരാളിയെ വിളിച്ച് തൻ്റെ സ്വന്തം ഓഫീസിൽ, പ്രസിഡൻ്റ് ഓഫീസിൽ നിയമിച്ചു. അതാണ് വിശാലത, അതാണ് വിശാല മനസ്കത. എതിരാളികളെ പോലും സ്നേഹിക്കാൻ സാധിക്കുക, എതിരാളികൾക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കാൻ സാധിക്കുക. പ്രാർത്ഥിക്കുക, നമ്മൾക്ക് പ്രാർത്ഥിക്കുമോ, ഞാൻ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നോ, അതല്ല. അവരുടെ നന്മ ആഗ്രഹിക്കണം, അവർക്ക് നല്ലത് വരാൻ ആഗ്രഹിക്കണം, അവർക്ക് ശോഭനമായ ഭാവി വരാൻ ആഗ്രഹിക്കണം. അവർക്ക് ഏതെങ്കിലും വേദന വരുമ്പോൾ ഉള്ളു പെടയണം, നമുക്കുള്ളു വേദനിക്കണം. ആർക്കാണെങ്കിലും സഹോദരങ്ങളെ, അങ്ങനെ എല്ലാവരെയും സ്നേഹിക്കാനുള്ള മാതൃക ക്രൂസിൽ കാണിച്ചു തന്നു. ക്രൂസിലെ ആ സ്നേഹത്തിലേക്ക് ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് ഉയർത്താമോ? ക്രൂസിലെ ആ നിഷ്കളങ്ക സ്നേഹത്തിലേക്ക് ഹൃദയത്തെ ഉയർത്താമോ? കഠിനക്രോധം ആവിയായി പോകും, ഉഗ്രകോപം വിട്ടുപോകും, ഹൃദയം ശുദ്ധമാകും, നിങ്ങളുടെ ഭാവി ഭാവസുരമാകും, നിങ്ങളുടെ കുടുംബം ഐശ്വര്യമാകും, നിങ്ങളുടെ മക്കൾ അനുഗ്രഹീതരായി തീരും, നിങ്ങളുടെ മക്കൾ പടിപടിയായി ഉയരുകയും അവർ മൂലം ദേശത്ത് നന്മകൾ ഉണ്ടാകുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, തലമുറയായി ദൈവം നിങ്ങൾ അനുഗ്രഹിക്കും. ശാപങ്ങൾ മാറട്ടെ. ശാപം മാറ്റുവാൻ കുരിശിൽ ശാപം പേറിയ ക്രിസ്തുവിനെ ഇന്ന് നിങ്ങൾ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുവീൻ. നിങ്ങളുടെ ശാപം പേറിക്കൊണ്ട് ക്രൂശിൽ മരിച്ച ക്രിസ്തുവിനെ ഇപ്പോൾ നിങ്ങൾ ഹൃദയത്തിലേക്ക് നിങ്ങൾ വിളിക്കുവീൻ. യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ, എൻ്റെ ഉള്ളിൽ വാഴണമേ, എൻ്റെ ഹൃദയത്തിൽ വസിക്കണമേ. നാഥ, നിൻ്റെ സ്വഭാവം പ്രാപിച്ച്, യേശുവേ, നിൻ്റെ സ്വഭാവം ഉള്ളവനായി, നിൻ്റെ സ്വഭാവം ഉള്ളവളായി ഇന്നു മുതൽ ഞാൻ നിൽക്കും. നാഥ, നിൻ്റെ സ്വഭാവം പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന സ്വഭാവം. കർത്താവെ, തിന്മയെ വെറുക്കുകയും എൻ്റെ കർത്താവെ തിന്മ ചെയ്യുന്നവരെ സ്നേഹിക്കുകയും ചെയ്യുന്ന സ്വഭാവം. നാഥ, എൻ്റെ ഹൃദയത്തിൽ യേശു കാണിച്ചു തന്ന മാതൃക സ്വീകരിപ്പാൻ ഞാനിതാ തിരുമുൻപാകെ വരുന്നു. കുരിശൻ പാദത്തിൽ ഞാൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് കർത്താവെ, ആ ജയമുള്ള ശ്ലീബായുടെ ചുവട്ടടിയിൽ എന്നെ തന്നെ അർപ്പണം ചെയ്തുകൊണ്ട് ഞാൻ തിരുമേനിയോട് യാചിക്കുന്നു. യേശുവേ, നിന്റെ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. ഇത്രയും കാലം വന്നുപോയ പാപങ്ങളെല്ലാം എനിക്ക് ക്ഷമിച്ചു തരണമേ. ഈ കണ്ട കാലങ്ങളിലെല്ലാം എൻ്റെ ജീവിതത്തിൽ വന്നുപോയ ഉഗ്രകോപത്തെയും കഠിന ക്രോധത്തെയും എനിക്ക് ക്ഷമിച്ചു തന്ന് നാഥ, ഒരു പുതിയ ജീവിതം നയിപ്പാൻ, സ്നേഹത്തിൻ്റെ പുതിയ അധ്യായം തുടങ്ങാൻ നീ കൃപ തരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ, നിങ്ങൾ സമർപ്പിക്കൂ, യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. ദൈവ സ്നേഹം നിങ്ങളുടെ മേൽ ചൊരിയട്ടെ, തിരുരക്തം നിങ്ങളുടെ മേൽ തളിക്കട്ടെ. ബാധകൾ നിങ്ങളിൽ നിന്ന് മാറട്ടെ, കോപഭ്രാന്ത് നിങ്ങളിൽ നിന്ന് മാറട്ടെ, കഠിന ക്രോധങ്ങൾ വിട്ടുപോകട്ടെ, ഹൃദയം ശാന്തസുന്ദരമായി തീരട്ടെ, ഭാവി ഭാസുരമായി തീരട്ടെ, അനുഗ്രഹം പകരട്ടെ, സ്വർഗം സന്തോഷിക്കട്ടെ, ദൈവനാമം മഹത്വപ്പെടട്ടെ, ദൈവരാജ്യം ഭൂമിയിൽ വരട്ടെ. അങ്ങനെ നാം ഈ ഭൂമിയിൽ നിന്ന് കാലം കഴിഞ്ഞ് കടന്നു ചെല്ലുമ്പോൾ നിത്യ സന്തോഷ തീരത്തെത്തുവാൻ ദൈവം കൃപ തരട്ടെ. യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം, നമ്മെ തന്നെ സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. അപ്പോൾ നിൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ, നിൻ്റെ മക്കളുടെ ശിരസിൽ തൃക്കരം വയ്ക്കണമേ, ശാപങ്ങൾ മാറ്റണമേ, ശാപദോഷങ്ങൾ നീക്കണമേ, സൗഭാഗ്യ ജീവിതം നൽകണമേ, തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.